സംസ്ഥാനത്ത് നിന്ന് വളരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് സൂചന വരുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി, കാലാവസ്ഥാ മുന്നറിയിപ്പുകളുമായി ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ ഈ 3 ജില്ലകളിൽ കാര്യമായി മഴ തകർക്കും എന്ന് തന്നെ വാർത്ത വരികയാണ്. പറയൂ വിശദാംശങ്ങൾ. SKN കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ 3 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡാണ്. എന്നാൽ ഇതുകൂടാതെ യെല്ലോ അലർട്ട് മറ്റു ജില്ലകളിലുണ്ട്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. എന്നാൽ മത്സ്യബന്ധനത്തിനോ മറ്റോ തടസ്സങ്ങളില്ല. നമ്മളൊന്ന് കടലിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം നമുക്ക്. കോഴിക്കോട് കടൽ തീരത്ത് മത്സ്യബന്ധനത്തിന് വേണ്ടി നിരവധി വള്ളങ്ങൾ നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ കടലിലും മാനത്ത് മേഘാവൃതമായ കാഴ്ചയാണ്, മൂടിക്കെട്ട് കാണാനുണ്ട്. കോഴിക്കോട് 2 അനിഷ്ട സംഭവങ്ങൾ ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് SKN. കാരണം കാലത്ത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള കാറ്റ് രൂപപ്പെട്ടിരുന്നു കോഴിക്കോട്. ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട് തന്നെ പുലർച്ചെ മുതൽ അന്തരീക്ഷം മേഘാവൃതമാകുന്നത് കൂടാതെ തന്നെ പുലർച്ചെ വലിയ കാറ്റാണ്. ആ കാറ്റിൽ താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായി. ഗതാഗത തടസ്സം മാറി ഇപ്പോൾ യാത്ര പുനഃസ്ഥാപിച്ചിരിക്കുന്നു, ഗതാഗതം പുനഃസ്ഥാപിച്ചു. മറ്റൊരു കാര്യം കോഴിക്കോടാണ് SKN. കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത് ആവിലോറ തീപ്പെട്ടി കമ്പനിയിലെയാണ് അരികിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ട്രാൻസ്ഫോമറിലേക്ക്, വൈദ്യുതി ലൈനിലേക്ക് മരം പൊട്ടി വീണു. ട്രാൻസ്ഫോമർ നിലം പൊത്തി അവിടെ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് SKN. ഏതായാലും വലിയ അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ 2 ചെറിയ അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ മഴ ശക്തമാകും, മഴ മുന്നറിയിപ്പുണ്ട്, മാനം മേഘാവൃതമാണ് SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും 3 ജില്ലകളിൽ മഴ കനക്കും. കേരളത്തിൻ്റെ മറ്റു ജില്ലകളിലുമൊക്കെ തന്നെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ആകപ്പാടെ ഒരു തണുപ്പൻ ഞായറാഴ്ചയാണ് എന്നുള്ളത്. അതേസമയം ഈ ഷിരൂരിലെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത ഒരു നീറ്റൽ അനുഭവപ്പെടുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. കാര്യം കോഴിക്കോട് വഴിക്കണ്ണുമായി ഒരു അമ്മ കാത്തിരിക്കുകയാണ് അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി. എന്താണ് തൻ്റെ മകന് സംഭവിച്ചതെന്നറിയാനെങ്കിലും ഈ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഈ ഗംഗാവാലി പുഴയിൽ തുടരും. അതേസമയം ഗംഗാവാലിയിലെ സാഹചര്യം ഇന്ന് മഴ മാറി നിൽക്കുന്നെങ്കിൽ പോലും അത്ര സുഖകരമല്ല എന്ന് പ്രേക്ഷകർക്കറിയാം. കടുത്ത അടിയൊഴുക്കുള്ള ഈ നദിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പുക എന്ന് പറയുന്നത് അത്ര മനുഷ്യസാധ്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്.